സിനിമ അവാർഡുകൾ നോക്കിക്കോളൂ നിങ്ങൾ. ഇനി വരാൻ പോകുന്ന അവാർഡുകളെ കുറിച്ച് നോക്കിക്കോ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പൊസിഷൻസ്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പൊസിഷൻസിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കോളൂ. വരാൻ പോകുന്നതൊക്കെ ഇത്തരം ദേശീയ തലത്തിൽ വരാൻ പോകുന്നതൊക്കെ ഇത്തരം പൊളിറ്റിക്കലി ഡ്രിവൺ ആയിട്ടുള്ള കേരള സ്റ്റോറിക്ക് ചിലപ്പോൾ മികച്ച, എനിക്കൊന്ന് കാശ്മീർ ഫയൽസിന് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നോ, ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊരു ദേശീയോദ്ഗ്രഥന ചിത്രം എന്ന രീതിയിലൊക്കെ വന്നേക്കാം. അതെയോ? പിന്നെ നിങ്ങൾ മുമ്പത്തെ ദേശീയോദ്ഗ്രഥന സിനിമകളൊക്കെ എടുത്ത് നോക്കണം, ഏതൊക്കെ സിനിമകൾക്കാണ് കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നിർമാല്യം നമുക്കിപ്പോൾ എടുക്കാൻ പോലും പറ്റില്ല. എടുക്കാൻ പോയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പബ്ലിക് സ്പേസിൽ കാണിച്ചാൽ തന്നെ പ്രശ്നമാകും എന്നുള്ള അവസ്ഥയിലാണ് നിർമാല്യത്തിൻ്റെ നിൽക്കുന്നത്. നമുക്ക് അത്തരം സംസാരിക്കാനുള്ള എല്ലാ സ്പേസും പോവുകയാണ്. അതിനെ മുതലെടുക്കുന്ന, ഒരുപക്ഷെ കല എന്ന മാധ്യമത്തെ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒട്ടനവധി ഫിലിം മേക്കേഴ്സ് ഇന്ത്യയിലുണ്ട്. ഒരു കണക്കിന് കേരളം കുറെ കൂടെ മെച്ചമാണ്. കാരണം ഒരു കാലത്ത് കേരളത്തിൽ വിട്ടുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ സംഗതികളെല്ലാം ഇപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ അത്ര രീതിയിലൊന്നും സ്വാധീനിക്കുന്നില്ല.